ഹലോ ഗായ്സ്, ഞങ്ങളെല്ലാവരും ഇതാ ചേച്ചിയുടെ ഏട്ടൻ്റെയും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് അവരെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് അവർ ചെയ്യാൻ വിചാരിച്ചു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അബേട്ടാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതൊക്കെ കിട്ടി മോളെ. വായി 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 വായില്ലേ, കിട്ടിയില്ലേ? കുറച്ച് നീക്കണോ? ദാനു ദീപച്ചത് ഓടിണ്. സെലിബ്രേഷൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത കാരണം കേക്കൊക്കെ ഇതാ 1.5 മണിക്കൂർ കൊണ്ട് അവർ ഉണ്ടാക്കി തന്ന കേക്കാണ്. അപ്പോൾ അതൊന്നും സെറ്റായിട്ടില്ല. കുറച്ച് ടൈം വെച്ചാലല്ലേ സെറ്റാവുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളെടുത്തു കട്ട് ചെയ്യാൻ പോവുകയാണ്. അതാ നമ്മുടെ വാർഷിക ആഘോഷിക്കുന്ന ദമ്പതികൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കല്യാണം കഴിഞ്ഞ് ഈ 18 വർഷത്തിനിടയ്ക്കിൽ ഇങ്ങനൊരു സെലിബ്രേഷൻ എൻ്റെ അബിയൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഇങ്ങനെ ആഘോഷങ്ങളൊന്നും പൊതുവേ ഇഷ്ടമല്ലാത്ത ഒരാൾ കൂടിയാണ്. പിന്നെ പൊതുവെ നാട്ടിലുണ്ടാവില്ല. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ള കാരണം ഞങ്ങളറിയാതെ ഒരു സർപ്രൈസായി കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. ആളുകൾക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എത്രയും അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷം, അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ചോക്ലേറ്റ് നിർത്തൽക്കട്ടെ. നമ്മുടെ ധ്യാനക്കുട്ടപ്പോൾ ഇതാ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ആളെന്തൊക്കെയോ തിരഞ്ഞു നടക്കുന്നു. ബാക്കി കുട്ടീസൊക്കെ ഇതാ വെബിൾക്കോട്ടിൽ വന്ന് കിടപ്പായി. വേദു, ദിയമോള്, ലച്ചുട്ടി എല്ലാവരും ഉണ്ട് അവിടെ. ഇതാ ദിയമോള് ക്യാമറ കണ്ടപ്പോൾ ഓടി ഒളിക്കുന്നത് കാണാം. അതിനുശേഷം ഇതാ ഫുഡ് കഴിക്കാൻ റെഡിയാവുകയാണ്. ഫുഡ് നമ്മൾ പെട്ടെന്നുള്ളൊരു വരവായതുകൊണ്ട് തന്നെ ഫുഡൊന്നും കരുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡൊക്കെ എടുത്തു വെച്ചപ്പോഴേക്കും ഇതാ അനന്തൻ്റെ ഗിറ്റാർ എടുത്തുകൊണ്ട് അവിടെ ഗാനമേള സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഗൈസ്, ഇവിടെ അബിയേട്ടൻ്റെ വീട്ടിൽ വന്ന എല്ലാവരും ഗായകരാകും. അപ്പോൾ ഭയങ്കര രസമാണ്. ഫുഡ് കഴിക്കാൻ റെഡിയാക്കി വെച്ചാലും വിളിച്ചാൽ പോലും വരില്ല. ഫുഡ് കഴിക്കൽ കഴിഞ്ഞാലും ഗാനമേളയാണ്. ഉറക്കമൊക്കെ അന്ന് ആർക്കും ഉണ്ടാവില്ല. കുഞ്ഞു കുട്ടികളടക്കം അവിടെ ഫുൾ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ടാവും. ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ അബിയേട്ടൻ്റെ വീട്ടിൽ പോയാൽ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നൊരു സമയമാണ്. അഭിയേട്ടനിലെ ഗായകൻ ഉണർന്നു കഴിഞ്ഞു ഗൈസ്. യഥാർത്ഥ ചിന്തരോഗി നമുക്കറിയില്ലായിരുന്നു. അടുത്തതായി നമ്മുടെ സ്വന്തം ദിലിയേട്ടൻ. അടുത്തത് നമ്മുടെ രാജുവേട്ടൻ ഗിറ്റാർ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഗൈസ്. സംഭവം
വഴിയോരങ്ങൾ തോന്നിൻ തണലത്തൊന്നു ഞാൻ തൊട്ടുമില്ലേ കാറ്റേ ചില്ലതതി ഭീഷണി കാരേ നിനയിൽ മെല്ലെ അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ടേബിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ആഘോഷത്തിൻ്റെ ഒരു രാവിനെ ഇവിടെ അവസാനം കുറിക്കുകയാണ് ഗൈസ്. വളരെ എന്താ പറയുക, ഒരുപാട് ഓർമ്മിക്കാൻ പറ്റിയൊരു നല്ലൊരു നൈറ്റ്. അപ്പോൾ വീണ്ടും വേറെ വീഡിയോയിൽ കാണാം. ഇതുവരേക്കും ടാറ്റാ ബൈ, സീ യു.